നമ്മൾ നവോത്ഥാനം എന്ന ടോപ്പിക്കിൽ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നത് മേരി പുന്നൻ ലൂക്കോസിൽ നിന്നാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ വനിതാ സർജനായിരുന്നു ആര്? മേരി പുന്നൻ ലൂക്കോസ്. അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യ വനിതാ സർജൻ ആരായിരുന്നു? മേരി പുന്നൻ ലൂക്കോസ് ആയിരുന്നു. എന്നാണ് പുള്ളിക്കാരി ആദ്യ സർജൻ ജനറലായി മാറിയത്? 1938 1938 അതായത് കേരളത്തിലെ ആദ്യ വനിതാ സർജനായിട്ട് മാറി. ആദ്യത്തെ സർജൻ ജനറൽ ആയത് എപ്പോഴാണ്? 1938. ഇനി 22 എന്ത് സംഭവിച്ചു? അതായത് 22 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മേരി പുന്നൻ ലൂക്കോസിനെ നാമനിർദ്ദേശം ചെയ്തു, നോമിനേറ്റ് ചെയ്തു. ഇനി അങ്ങനെ നോമിനേറ്റ് ചെയ്യണ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയും ആര് തന്നെയാണ്? മേരി പുന്നൻ ലൂക്കോസ് തന്നെയാണ്. ഇനി ഇത് നമ്മളെപ്പോഴും അധികം കേൾക്കാത്ത രണ്ട് പോയിൻ്റാണ്. അതായത് നാഗർകോവിലിൽ ക്ഷയരോഗ പരിപാലന കേന്ദ്രവും തിരുവനന്തപുരത്ത് റേഡിയം സാനിറ്റേഷൻ സ്ഥാപിച്ചതും രണ്ടും എന്ത് തന്നെയാണ്? മേരി പുന്നൻ ലൂക്കോസ് തന്നെയാണ്. പിന്നീട് 1975 പുള്ളിക്കാരിക്ക് പത്മശ്രീ ലഭിച്ചു. 75 പത്മശ്രീ ലഭിച്ചു.